നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ചതയാഘോഷമാണ്. കന്നേറ്റി വള്ളംകളി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ ഇക്കായുമായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വള്ളംകളി ഇല്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വയനാട്ടിലെ പ്രശ്നം കൊണ്ടും പിന്നെ ഇവിടെ പാലമൊക്കെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവിടെ ചതയാഘോഷത്തിന് ഉള്ളതാണ്. ചതയാഘോഷം നേരത്തെ നടന്നുകൊണ്ട് ഇനി അന്ന് വള്ളംകളി നടന്നോന്നും അറിയത്തില്ല. അപ്പോൾ കന്നേറ്റി പാലത്തേലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വള്ളംകളി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വള്ളംകളി ഇല്ല, ഈ വർഷം വള്ളംകളി ഇല്ല എന്നാണ് തോന്നുന്നത്. വള്ളംകളി നടക്കുന്ന സ്ഥലമാണ്, അപ്പോൾ ഇല്ല കേട്ടോ. ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഇക്കായും സിദ്ധാർത്ഥമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടം വരെ വന്നതാണ്. വള്ളംകളി ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ അവിടെ പോയി തിരിച്ച് ഇനി ഇക്കായുമായിട്ട് പോവാം. കുട്ടിക്കാലത്തൊക്കെ മീനൊക്കെ മേടിക്കാൻ വന്ന സ്ഥലമാണ് ഇത്. പളക്കുടമുക്കെന്ന് പറയും. ലാലാജി ജംഗ്ഷനിൽ നിന്ന് കരുനാപ്പള്ളിയിൽ നിന്ന് പടിഞ്ഞാട്ട് വരുന്നിടത്ത് അതുകൊണ്ട് ഇവിടെ മീൻ ചന്തയുണ്ട് കേട്ടോ. അടുത്തത് ഇനി ഞാൻ 1 മുതൽ 7 വരെ കാലത്തെ ചാച്ചൻ 1 മുതൽ 7 വരെ പഠിച്ച സ്കൂള് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ കൂടെ പഠിച്ച. അപ്പോൾ ഇക്കായുമായിട്ട് ഞങ്ങൾ വള്ളംകളി കാണാൻ പോയപ്പോൾ വള്ളംകളി ഇല്ല. കണ്ട് ഇതായിരുന്നു ആ ഒച്ചിലെ മീൻ മേടിക്കാൻ വന്ന സ്ഥലം കണ്ടോ. ഇപ്പോൾ ഇനി സ്കൂളുണ്ട്. ഇത് ലാലാജി മുക്കിൽ നിന്ന് പടിഞ്ഞാട്ട് വരുന്നിടത്താണ്. പള്ളിക്കുടമുക്കെന്ന് പറയും സ്ഥലപ്പേര്. SKV UPS സ്കൂളാണ്. ഇപ്പോൾ സ്കൂളിൻ്റെ ചിത്രമൊക്കെ അങ്ങ് മാറി. സ്കൂളൊക്കെ വലിയ കെട്ടിടങ്ങളൊക്കെ ആയി. അന്ന് ഓലപ്പരയൊക്കെ ആയിരുന്നു, ഇന്നിപ്പോൾ വലിയ കെട്ടിടങ്ങളായി. ഇന്നിപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ എല്ലാം കെട്ടിടങ്ങളായി. അതുകൊണ്ട് ഇതാണ് സ്കൂള്. ഞാൻ പഠിച്ച സ്കൂളാണ്. 1 മുതൽ 7 വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ. കണ്ട സിദ്ധാർത്ഥ കണ്ട. ഇന്നിപ്പോൾ സ്ഥലമില്ല. ഞങ്ങൾ ഈ ഗ്രൗണ്ടിലൊക്കെ കളിച്ചതാണ്. ഇപ്പോൾ ഇന്ന് കളിക്കാൻ സ്ഥലമില്ലാത്ത രീതി മൊത്തം കെട്ടിടമായി. അന്ന് ഓലപ്പരയായിരുന്നു എൻ്റെ സ്കൂള്. ഇനി ഈ സ്കൂളിൻ്റെ അടുക്ക തന്നെ ചാച്ചൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. അവളിപ്പോൾ സൂപ്പർ മാർക്കറ്റ് നടത്തുവാണ്. അയാളുണ്ടോ എന്നൊന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അയാളെ ഒന്ന് കാണാം നമുക്ക്. ചാച്ചനുണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെയും കണ്ടിട്ട് പോവാം. ചാച്ചൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. അവളവിടെ ഇരിപ്പുണ്ട്. ഉണ്ണാൻ പോയില്ലേ നീ? ഒരാളിരിക്കുന്ന കണ്ടാ? വിടത്തില്ല നീ, വിടത്തില്ല. എങ്ങനെ വിടാനാ? വാ മുറുകെ പിടിച്ചേക്കുക. നമ്മളെ കൊച്ചിലെ എടുത്തോണ്ട് നടന്നില്ലേ, അന്നേരം പിന്നെ വിടാൻ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ബീച്ചിൽ പോയി. നമ്മുടെ കാട്ടിയമ്പലത്തിൻ്റെ അടുക്ക ബീച്ചിൽ പോയി. കാട്ടിയമ്പലത്തിൻ്റെ അവിടെ പോയി കറങ്ങി. കാക്കായിട്ട് പോയ പോയിട്ട് കൊണ്ടുപോയി. ഞാൻ വിളിച്ചാൽ വന്നില്ല, പിന്നെ ആര് വിളിച്ചാലാണ് വരുന്നത്? എന്നെ തോളയിൽ ഇതായാലും ചെറുത്. നീ വിളിച്ചാ നിന്നെ കാണാതെ മിണ്ടതിൽ അവളെ വേണ്ടാത്. നിന്നെ വേണ്ട. നിന്നെ അറിയാഴിയൊന്നുമില്ല. മനസ്സിലായിരിക്കത്തില്ലല്ലോ. ഞാൻ വിളിച്ചോണ്ട് വരാം. നിന്നെ വേണ്ടാ. നീയായിട്ട് ഒരു കോളും ഇല്ല. ഞാൻ ഊണ് കൊണ്ട് ഇന്ന് ആക്കായിട്ടാണ് ഓണം ഉണ്ടത്. പിന്നെ മോനെ സ്കൂളും നമ്മൾ പഠിച്ച സ്കൂളും ഇതുമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അവിടെ അത്ര വെയിലൊന്നും ഇല്ലായിരുന്നു. കടലിൻ്റെ സൈഡ് നല്ല കാറ്റുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഒന്നും വേണ്ട, ചോറുണ്ടതേ ഉള്ളൂ. ഇല്ല, ചോറിൻ്റെതേ ഉള്ളെന്ന്. ചോറിൻ്റെ കൈ കഴിയതേ ഉള്ളൂ. ഒന്നും വേണ്ട. ഇതെല്ലാം കഴിച്ചെന്ന്. ഇപ്പം ഞങ്ങൾ ചോറിൻ്റെതേ ഉള്ളൂ. വണ്ടിയിൽ നിന്നാണ് കഴിച്ചത്. സിദ്ധാർത്ഥമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു ഞങ്ങൾ. വിളിച്ചാ എന്താ പറഞ്ഞു? പോട്ടെ, ഞങ്ങൾ വരാം ഇടയ്ക്ക്. ഇനി കാക്കായെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരാം. വീടെല്ലാം പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, നമുക്ക് ചെയ്യാം. ഇതൊന്ന് കഴിയട്ടെ.
വീട് കിണറിടിഞ്ഞതാന്ന്, വെള്ളം പൈപ്പിൻ്റെ ഇതിലാണ് എടുക്കുന്നത്. പിന്നെ ബാത്റൂം ഇല്ല, വീട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി കിടക്കുക. ഒന്ന് ശരിയാക്കാനായിരുന്നു. ആ പെൻഷൻ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. അതാരും അറിയാവുന്നവർ പോയി എഴുതി കൊടുത്താലല്ലേ നടക്കത്തുള്ളൂ. ആ ആ ലത്തീഫിനെ അയാളാണ് മെമ്പർ. ആ എന്നാ സംസാരിക്കാം. ആ അവർ രണ്ടിലാരോ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞില്ല. നമ്മുടെ വാർഡല്ലേ, വാർഡ് മാറിയില്ലേ ഇപ്പുറത്ത് വന്നോണ്ട്. ആ ആ അതാരാന്ന് ചോദിക്കട്ടെ, സന്തോഷിൻ്റെ അടുക്ക ചോദിക്കാം. സജീതങ്ങത്തെ അമ്മാരെ കണ്ടായിരുന്നു. അമ്മാരെല്ലാം നമ്മുടെ വടക്കേ അയ്യത്തുണ്ട്. നമ്മുടെ വീടിൻ്റെ വടക്കേ അയ്യത്ത് കളിക്കുന്നെല്ലാം അങ്ങോട്ട്. ബാത്റൂമുണ്ട്. അതാ ഞാൻ നോക്കട്ടെ, സംസാരിക്കാം. പോട്ടെ, ചോറിൻ്റെ ഇട്ട് വന്നേന്നോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ശരി, നിങ്ങൾ രണ്ടുപേരും ഉള്ളോ? ആ ശരി മോനെ, ശരി പോട്ടെ. സ്കൂള് വന്ന് കാണിച്ച് നിന്നെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതോ. ആ കൂട്ടുകാരിക്ക് ഒരു പ്രത്യേകത ഉള്ളത്, ഞാൻ പിന്നെ അവിടെ മുമ്പ് വെച്ച് പറഞ്ഞില്ല എന്നുള്ളൂ. അവിടെ 2 കാലും പോളിയോ വന്ന് തളർന്നു പോയതാണ്. വീൽ ചെയറിലാണ് അളിയൻ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ മുമ്പ് വെച്ച് പറയുമ്പോൾ അവൾക്കൊരു വിഷമം വരുന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയാഞ്ഞത്. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റും കളിക്കൂട്ടുകാരിയും എല്ലാം കൂടാണ് അവൾ. അപ്പോൾ അവൾ സൂപ്പർ മാർക്കറ്റ് നടത്തുക. അപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത ഇക്കായ വീട്ടിലോട്ട് കൊണ്ടുവന്ന് വിടാനായിട്ട് പോവുക. ഇന്ന് ഓണം ചതയാഘോഷത്തിൻ്റെ കറക്കം രാവിലെ തൊട്ട് ഇക്കാടെ കൂടെ ആയിരുന്നു. ഇപ്പോൾ വൈകുന്നേരം സമയമായി. ഇക്കായെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് നമുക്ക് പോവാം. അപ്പം ഇക്ക ഇറങ്ങുവാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഇക്കാടെ കൂടെ ആയിരുന്നു. ഇക്കായുടെ കൊണ്ടുവന്ന് വിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങാം. ഒന്ന് ഇറങ്ങിയിട്ട് ഓണക്കോടിയൊക്കെ കൊടുത്തോട്ട് ഇന്ന് ആണ്. ഇത്തിരി ആളിന് ശേഷമായിരിക്കും മുണ്ടുമൊക്കെ കൊടുത്തോണ്ട് വരുന്നത്. സൈഡിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കൂനെ. കട്ടള ആ അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഹാൻഡ് ബ്രേക്കറാ കയറി കയറാ. ഹാൻഡ് ബ്രേക്ക് മേളോട്ട് പൊക്കടാ, പൊക്ക്. ആ അത്രയേ ഉള്ളൂ. അപ്പോൾ കട്ടളപ്പടിയൊക്കെ ഇളകി. ഇത് കണ്ടോ, വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കട്ടളപ്പടിയൊക്കെ ഇറങ്ങി, എല്ലാം പോയി, എല്ലാം പൊളിഞ്ഞ് കിടക്കുക. ഇത് കണ്ടോ, വെള്ളമൊക്കെ പിടിച്ചു വെച്ചേക്കുന്ന പാത്രത്തിൻ്റെ പുറമൊക്കെ കണ്ടോ. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. അപ്പം ഞങ്ങൾ പോവുക. അപ്പോൾ ഇക്കായ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യണം. നിങ്ങളും സപ്പോർട്ട് ചെയ്യണം ഇക്കായ്ക്ക്. അപ്പോൾ അവസ്ഥ ഉണ്ടോ. ഏതാണ്ടൊക്കെ നുള്ളിപ്പറക്കി എടുക്കുമോ, വീടിയാന്ന് തോന്നുന്നു. ഞങ്ങൾ പോട്ടയെന്ന് പറഞ്ഞപ്പോൾ മുഖം മാടി കേട്ടോ. മുഖത്തിൻ്റെ ആ തിളക്കം, ഇതുവരെ ഉണ്ടായിരുന്ന തിളക്കം മാറി പോവുക എന്ന് പറഞ്ഞപ്പോൾ. ഇനി പോകുന്നത് കാണാൻ നോക്കി ഇരിക്കത്തില്ല. പുള്ളിക്ക് ഭയങ്കര വിഷമമാണ്. ഞങ്ങൾ പോവുക എന്നൊക്കെ പറഞ്ഞു. കയ്യിലൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറി, വയറൊക്കെ കിടക്കുന്നുണ്ടോ.